അമ്മായിമ്മ വേഴ്സസ് മരുമകളിലെ അടുത്ത ചലഞ്ചുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. തേങ്ങാ പൊതിക്കൽ ചലഞ്ചിന് ശേഷം അടുത്ത ചലഞ്ച് മത്തിവെട്ടൽ ചലഞ്ച്. അപ്പൊ തേങ്ങാ പൊതിക്കൽ ചലഞ്ചിന് തേങ്ങാ പൊതിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് പലരും എന്നെ കളിയാക്കി. ശരിയാണ്. അതെ, പക്ഷെ ഞാനത് ആ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുത്തു. അതുകൊണ്ട് നമ്മൾ അടുത്ത ചലഞ്ചുമായിട്ട് വന്നേക്കുന്നത്. അപ്പൊ എനിക്ക് മത്തി വെട്ട അറിയാവുന്നതിന് നിങ്ങൾ നോക്കാം. ശരിക്കും പറഞ്ഞാൽ മത്തി വെട്ട അറിയാം. ഞാൻ മത്തി വെട്ടിയിട്ടുണ്ട് ഒരു വട്ടം. അപ്പോൾ ഒരു വട്ടം മത്തി വെട്ടിയപ്പോഴത്തേക്ക് പിന്നെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു വെട്ടണ്ടാന്ന്. കാരണം അതിൽ പിന്നെ മാംസമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ പക്ഷെ പിന്നെ ഇനി ഇപ്പോഴാണ് അടുത്തത് നോക്കുന്നത്. ഇനി അമ്മ എന്നെ മത്തി വെട്ടിക്കോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ചലഞ്ചിലെ പോലെ തന്നെ ഈ വട്ടത്തെ ചലഞ്ചിൻ്റെ റൂൾസ് പറയുന്ന പപ്പയാണ്. എന്താണ് റൂൾ? ഇതിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ കട്ടിയുള്ള റൂളൊന്നും ഇല്ല. 5 മിനിറ്റ് സമയം കൊടുക്കും. സ്റ്റോപ്പ് വാച്ച് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, 5 മിനിറ്റ് സമയം കൊടുക്കും. 5 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ മത്തി വെട്ടുന്ന ആൾ, വൃത്തിയായിട്ട് വെട്ടുന്ന ആൾ, അവരായിരിക്കും വിജയി. ക്ലീൻ ആയിരിക്കണം അല്ലേ? അതെ, വൃത്തിയായിട്ട് എണ്ണമൊക്കെ മതി. എണ്ണം വേണം. ചിലപ്പോൾ വെട്ടുമ്പോ ഇച്ചിരി മീൻ അങ്ങോട്ട് എടുത്തിട്ട് നേരെ തല ഇങ്ങനെ പകുതി മുറിച്ച് കളഞ്ഞ് വെട്ടിയിടുന്നതല്ലോ. അത് എന്നെ ഉദ്ദേശിച്ചാൻ തോന്നുന്നില്ല. ഞാൻ ചുമ്മാ പറഞ്ഞേ മാംസം ഇല്ലെന്ന്. അപ്പോ നമുക്ക് തുടങ്ങാം. സമയമായില്ലേ? 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ്. ഓക്കെ, രണ്ടുപേരും റെഡിയല്ലേ? രണ്ടുപേരും റെഡിയല്ലേ? സ്റ്റോപ്പ് വാച്ച് തുടങ്ങാൻ പോകും. മീൻ എടുത്ത് വേണേ കൈ വെച്ചു. മീൻ ഓരോന്നെടുത്ത് കൈ. അപ്പോ എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെ, നമ്മളുടെ സമയം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നിങ്ങളുടെ സമയം സ്റ്റാർട്ടായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട്. ഞാനും ആദ്യമേ തല വെട്ടിക്കളഞ്ഞാണ് തുടങ്ങുന്നത്. അമ്മ ചെതുമ്പൽ കളഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ കണ്ടിട്ട് ആരായിരിക്കും വിജയെന്ന് തോന്നുന്നു? ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, എങ്കിലും 2 എണ്ണം കഴിയട്ടെ, അപ്പോൾ ഞാൻ പറയാം എന്താകും എന്നുള്ളത്. രണ്ടുപേരുടെയും വൃത്തി കണ്ടിട്ട് എന്ത് തോന്നുന്നു? വൃത്തി പിന്നെ മമ്മായിക്ക് വൃത്തി ഇച്ചിരി കൂടും, കാരണം അവൾക്ക് പരിചയമുള്ളതുകൊണ്ട്. അവർക്ക് ദേഷ്യം വരുമായിരിക്കും. കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടേ പറയത്തില്ല, കേൾക്കത്തില്ല. ശരി, അത് വേണ്ട. ഇച്ചിരി കോൺസെൻട്രേഷൻ വേണ്ടതാണ്ട്. അമ്മയാണെ 4-4 വെട്ടിക്കഴിഞ്ഞു. ആകെ ഒരെണ്ണം ഞാൻ വെട്ടിയത്. ഒരെണ്ണം 2 പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അവരവരുടെ പാത്രങ്ങളാണ്. അമ്മ പതുക്കെ ചെയ്യണം കേട്ടോ, പിന്നെ മോശം. അതല്ലയോ, ഞാൻ എത്ര പേർക്ക് നീ വെട്ടുന്നില്ലല്ലോ. എളുപ്പമായിട്ട് റെഡി റെഡി റെഡി. അങ്ങനെ സമയം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. പോരാ, നിങ്ങൾക്ക് ആ ഒരു എനിക്ക് ഇച്ചിരി കുറവാ. കാര്യം എനിക്ക് മത്തി വെട്ട ഇനിയിപ്പോ ഇതിന്റെ വാടകയൊക്കെ എങ്ങനെ കളയുന്ന ഓർത്തിട്ട് എനിക്ക് വിഷമമാവും. എത്ര മിനിറ്റ് ആയോ? ഇപ്പൊ സമയം 2 മിനിറ്റും 17 സെക്കൻഡും. 2 മിനിറ്റും 17 സെക്കൻഡും. 17 സെക്കൻഡുമായി സമയം അങ്ങനെ സ്പീഡിൽ ഓടുകയാണ്. ഇതിലിപ്പോൾ ആര് ഫസ്റ്റ് എടുക്കുമെന്ന് പറയാറായിട്ടില്ല കേട്ടോ. അമ്മ മരുമോൾ ഒട്ടും മോശമല്ല, കിട്ടക്കിട്ട നിൽക്കുകയാണ്. അമ്മായിയമ്മയ്ക്ക് കിട്ടക്കിട്ട നിൽക്കുകയാണ്. കിട്ടക്കിട്ട അമ്മായിമ്മ ഒരു പ്രോ എന്തോ പറയുന്നേ മീൻ വെട്ടലാളാ. അതുകൊണ്ട് ഞാനത് വെട്ടി അമ്മയുടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ചിലപ്പോൾ പ്രായമുള്ള ആളുകൾ വിചാരിക്കും കുഞ്ഞുങ്ങളല്ലേ അവർ ജയിച്ചു. ഓ, അമ്മ അങ്ങനെ ഒരിക്കലും വിചാരിക്കത്തില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അമ്മ ഒരു ഞാൻ പതുക്കെ വെട്ടുന്നത് കുഞ്ഞല്ലേ, അവള് ജയിക്കട്ടെന്ന് വിചാരിക്കും. ശരി, അമ്മ സാധാരണ വെട്ടുന്ന ഒരു സ്പീഡ് ഞാൻ വരുത്തിയില്ല, പോട്ടെന്ന് വിചാരിച്ചോണ്ട്. മീനൊന്നും മാംസമില്ലത്, അത് കാര്യമായി. അത് അവൾ എപ്പോഴേ പറഞ്ഞു, അവർ മമ്മി ഓടിച്ചു. മാംസം ഇല്ലാത്തതുകൊണ്ട് ഇനിയും വെട്ടണ്ടെന്ന് പറഞ്ഞെന്ന് എപ്പോഴേ പറഞ്ഞു. പക്ഷെ അവള് മിണ്ടായിരിക്കും, എളുപ്പം വെട്ടുക കേട്ടോ. ഒന്നും മിണ്ടാതെ മൊത്തം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇന്ദിരാഗാന്ധി പണ്ട് പറഞ്ഞതുപോലെ നമ്മൾ കർമ്മനിരതരായിരിക്കണം, നാവടക്കൂ പണിയെടുക്കും. അതെ, അങ്ങനെയായിരുന്നു ഇന്ദിരാഗാന്ധി. അങ്ങനെ പറഞ്ഞതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി പറഞ്ഞാലും ഇല്ലേലും നാവടക്കി പണി ചെയ്താൽ നമുക്ക് ഇച്ചിരി നേരം ടൈം അടക്കാത്തത് അപ്പായി. ആണോ? അത് ശരിയാ, അപ്പായി പണി ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അപ്പായിക്ക് നാവിട്ടടിക്കാലോ. അത് എപ്പോഴും ഇങ്ങനെ തന്നെ. ഒരു നേരവും വായടച്ചു, ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എന്റെ ഗുരുവായൂരപ്പ. നീ എന്തോ ഈ അമ്മ എന്തൊരു സ്പീഡാ ഗൈസ്. ഇന്നും തോക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ മുൻവിധി ഒന്നും പാടില്ല, ഒന്നും പാടില്ല. അമ്മ ചക്രാന്ന് പറഞ്ഞു എന്ന് പറയുന്ന അവസാന നിമിഷം വരെയും നമ്മൾ ജയിക്കും. അങ്ങനെ ഇരിക്കണം. എന്തോ തോക്കും എന്ന് പറയുന്ന അവസാന നിമിഷം വരെ നമ്മൾ ജയിക്കും. അങ്ങനെ ഇരിക്കണം. എന്റെ പ്രോ മീൻ വെട്ടൽ നീ കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നു. പക്ഷെ മീനൊക്കെ ഒന്നും ഇല്ലല്ല, ഒരുമാതിരി ഇരിക്കുന്നു. ആ മീനെല്ലാം ഇന്ന് അവക്ക് തന്നെ. നോക്ക്, നിങ്ങൾ ആ മീനെ നോക്കി, അതിന്റെ അവസ്ഥ. അത് കിടന്ന് കരയുവോ, ചത്ത എന്നെ വീണ്ടും കൊല്ലരുത്. ഇതൊരു രസമില്ല കേട്ടോ. കുഞ്ഞുമത്തി പറയുക, ഒരുമാതിരത്തെ മീൻ. അത് നീ അങ്ങനെ ആക്കിയേ, നല്ല മീനാ. എന്റെ മീനൊന്നും കുഞ്ഞുമത്തി പറയാ, എന്നെ പെതുക്കെ അമക്കൂ. ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനും മീൻ വെട്ടത്തില്ല കേട്ടോ, പക്ഷെ സൈഡിൽ ഇരുന്ന് കൗണ്ടർ അടിക്കാൻ. അങ്ങനെ 5 മിനിറ്റ് ആയിരിക്കുന്നു. 5 മിനിറ്റ് ആയിരിക്കുന്നു. ഒരാള് ജഡ്ജ് അവിടെ നോക്കി 5 മിനിറ്റ് കഴിഞ്ഞു പോയി. വായി നോക്കി ഇരുന്നതുകൊണ്ട് 5 മിനിറ്റ് കഴിഞ്ഞ് 20 സെക്കൻഡ് കൂടെ ആയിപ്പോയി. അതുകൊണ്ട് 6 മിനിറ്റിലേക്ക് നീട്ടി. ഇല്ല വേണ്ട, നമുക്കൊരു 7 മിനിറ്റ് ആക്കാം.
ശരി 7 മിനിറ്റ് ആയിക്കോട്ടെ. 7 മിനിറ്റ്. 7 മിനിറ്റ് ആയിക്കോട്ടെ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ വീണ്ടും സംസാരിക്കാതെ ഞാൻ ഇനി വായി നോക്കാതെ അമ്മ എന്റെ മീൻ കളഞ്ഞു അതേ നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ അമ്മ ഭയങ്കര ട്രിക്കിലൊക്കെ കേട്ടോ നമ്മുടെ കയ്യിരിക്കുന്ന മീനൊക്കെ തട്ടി പറിച്ച് വെള്ളത്തിൽ ഇടുന്നു. കുഞ്ഞുങ്ങൾ ജയിച്ചോട്ടെന്ന് വിചാരിക്കണം. അങ്ങനെ അവരെ ഈ പ്രശ്നത്തിലേക്ക് തള്ളിയിടരുത്. ഇല്ല വായി നോക്കിയിരിക്കാതെ ടൈം നോക്കണം. നാവടക്കൂ പണിയെടുക്കൂ. എന്റെ ഈ മുടി ശല്യവ ആണോ? അതങ്ങ് വെട്ടിക്കളയാം. നല്ല കാറ്റ് പറക്കുന്നു. അങ്ങനെയാണെങ്കിൽ 6 മിനിറ്റും കഴിഞ്ഞ് 10 സെക്കൻഡ് 6 മിനിറ്റും 12 സെക്കൻഡും ആയിരിക്കുന്നു. സമയം 7 മിനിറ്റ് അല്ലേ നിങ്ങൾക്ക് ആയിരിക്കുന്നു. 7 മിനിറ്റ് ആവാൻ ഇനിയും വെറും 30 സെക്കൻഡുകൾ കൂടി മാത്രം. 6 മിനിറ്റും 12 സെക്കൻഡിൽ നിന്ന് 30 സെക്കൻഡ്. അല്ല, എനിക്ക് തെറ്റി 60 സെക്കൻഡാണ്. എന്തൊക്കെയോ ഇരുന്നങ്ങ് പറയും. അത് കേട്ടാ ഞാൻ തോക്കുന്നേ. എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു. ഇമാതിരി പൊട്ടത്തരങ്ങളൊക്കെ ഇവിടുന്ന് പറയുന്നത്. ഇത്രയും മിടുക്കനായ ഒരു ജഡ്ജിനെ കിട്ടിയതാണ് നമ്മളുടെ ഭാഗ്യം. അടുത്ത കളി മുതൽ ജഡ്ജിനെ മാറ്റണം എന്നാണ് എന്റെ വിലയേറിയ അഭിപ്രായം. കാരണം ഭാര്യയെ ഫേവർ ചെയ്യുന്നുണ്ട്. നിന്റെ ഭർത്താവിനെ ജഡ്ജി ആക്കിക്കോ. അയ്യോ അതിനെ തീരെ വേണ്ട. അച്ഛനെ ജഡ്ജ് 6 മിനിറ്റും 50 സെക്കൻഡും 6 മിനിറ്റ് 52 53 55 56 57 58 കൈ ഇരിക്കുന്ന ഞങ്ങൾ വെട്ടി തീർക്കും. ഇതുവരെ കണക്ക് കൂട്ടത്തു. അമ്മ അത് വെട്ടിയൊന്നും കഴിഞ്ഞൊന്നും ഇല്ല. ഉമ്മ എടുത്തങ്ങ് ഇട്ട് നോക്കിയേ. എന്നാ ഞാൻ വെട്ടുന്നോണ്ട് വെയിറ്റ് ചെയ്യണം. ഇതുകൊണ്ട് അവളവിടെ എന്തോ എടാ ഇതൊന്ന് കാണിച്ചേടാ. ഈ മീനെ കണ്ടോ നിങ്ങൾ? അവസാന നിമിഷം കയ്യിലെത്തിയ മീൻ മരണത്തോടും മല്ലിടുകയാണ്. ചുമ്മാ പറയുക ഗൈസ്. പിന്നെ ഓൾറെഡി കൊന്ന മീനല്ലേ, ഇനി എന്തോ മരണത്തോട് മല്ലിടാൻ? ആത്മാവിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിനെ അല്ലടാ, ആത്മാവിനെ ഞെക്കി സ്വർഗത്തിലേക്ക് വിട്ടു. അതിവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുക മോക്ഷം കിട്ടാതെ. അതിനെ ഞെക്കി സ്വർഗത്തിലേക്ക് മോക്ഷം കിട്ടാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രേതമായിരുന്നു. അതിന് ഞാൻ മോക്ഷം കൊടുത്തു. ഓക്കെ, തീർന്നു. അപ്പൊ 2 പാത്രത്തിൽ നിന്ന് എണ്ണിക്കേ. കത്രിക ഇങ്ങോട്ട് കത്രിക അങ്ങോട്ട് മാറ്റി. കത്രിക വെച്ച് എണ്ണാൻ വേണ്ടി ഇതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇത് മമ്മയുടെ 3, 6, 8, 10, 12, 12, 3, 15, 1, 16 മത്തി. 16 മത്തിയാണ് അമ്മ 7 മിനിറ്റ് കൊണ്ട് വെട്ടിയിരിക്കുന്നത്. ഇനിയും മരുമകൾ ജാനു 2 വിലയും 4 വിലയും 6 വിലയും 9 വിലയും 9 മത്തിയാണ് ജാനു 7 മിനിറ്റ് കൊണ്ട് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിജയി ആക്ച്വലി ഇവരെന്നെ കൗണ്ടർ അടിച്ച് എന്റെ എഫിഷ്യൻസി കുറച്ച് അല്ലെങ്കിൽ ഇച്ചിരി സ്പീഡ്. ആ മത്തികളെ കണ്ടോളൂ, ഇവരെല്ലാം സ്വർഗത്തിലെത്തിയവരാണ്. ഈ മത്തികളിലെ എല്ലാ ആത്മാവ് സ്വർഗത്തിൽ പോയി. ഈ മത്തികളുടെ ആത്മാവ് ഇവിടെ അലിഞ്ഞു കിടക്കുക. അതാണ് ഞാൻ മത്തിക്ക് മോക്ഷം കൊടുത്തു. ഇപ്പൊ മനസ്സിലായോ? അതുകൊണ്ട് വിജയി ഇതൊന്നും ഇല്ല, ഇതൊന്ന് കഴുകിയാൽ മതി. ഇതിനകത്ത് ഇച്ചിരി ഇരിപ്പുണ്ട്, അത് ഈ വെള്ളത്തിട്ടൊന്ന് കഴുകിയാൽ അല്ല. വിജയിയായിട്ട് അമ്മായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, അമ്മായിക്കുള്ള സമ്മാനം മത്തി വെട്ടാനുള്ള കത്രിക തന്നെ. ഇനിയും മത്തി വെട്ടിക്കും. അതുകൊണ്ട് ഇന്നത്തെ വിജയി അമ്മ ആയതുകൊണ്ട് ഇന്ന് മുതൽ അമ്മ മാത്രമായിരിക്കും ഇനി മത്തി വെട്ടുന്നത്. ഞാൻ വിചാരിച്ചു ഈ ഗെയിം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ ഇവിടെ മത്തി ഞാൻ വെട്ടാം. പക്ഷെ വേണ്ട, അമ്മയാണ് എക്സ്പെർട്ട്. ഇനി മത്തി വെട്ടി ക്ഷീണിച്ചു പോയി, എന്തോ പറയാനാ. തോക്കാനായി ഇനിയും എൻ്റെ ജീവിതം ബാക്കി. പക്ഷെ കുഴപ്പമില്ല, നമ്മളെ ചലഞ്ചിനകത്തെല്ലാം അമ്മയ്ക്കറിയാം. അമ്മ എക്സ്പെർട്ട് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചലഞ്ചായിട്ട് വെച്ചേക്കുന്നത്. ഇനി ഞാൻ എക്സ്പെർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും, പക്ഷേ അത് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം. അതുകൊണ്ടാണ് ഞാൻ വെറുതെ എന്തിനാ ഈ കാലും അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ചലഞ്ചസ് കൊണ്ടുവരാത്ത. പക്ഷെ ഇനി എനിക്കറിയാവുന്ന ചലഞ്ചസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇത് അമ്മ എക്സ്പെർട്ട് ആയതുകൊണ്ട് അമ്മ അങ്ങ് സിമ്പിളായിട്ട് ജയിക്കും. എനിക്ക് അല്ലെ, അമ്മയ്ക്ക് ഇതൊരു വെല്ലുവിളിയല്ല, എനിക്കിതൊരു വെല്ലുവിളിയാണ്. ഓരോ ചലഞ്ചസും പുതിയ എക്സ്പീരിയൻസും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണല്ലോ. ഇങ്ങനെയൊക്കെ ഇല്ലയോ പഠിക്കുന്നത്. അപ്പൊ അടുത്ത ഗെയിം എങ്കിലും ഞാൻ ജയിക്കുമായിരിക്കുമല്ലോ, നോക്കാം. ഇങ്ങനെയൊക്കെ ഇല്ലേ അമ്മായിമ്മ കട്ടയ്ക്ക് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യും അല്ലേ? അത്രേ ഉള്ളൂ. അതാ. അപ്പൊ അടുത്തൊരു കിഡിലൻ ചലഞ്ച് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.